മകന്റെ മർദ്ദനത്തിൽ മുതിർന്ന CPI നേതാവിന് ഗുരുതരമായ പരിക്ക്. കജനാപ്പാറ സ്വദേശിയും രാജകുമാരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ദീർഘകാലം CPM രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന ആണ്ടവർ എന്ന വ്യക്തിക്കാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. ജെയിനസ് രാജു വിവരങ്ങളുമായിട്ട്. ജെയിൻ, എന്താണ് സംഭവിച്ചത്? അച്ഛനും മകനും തമ്മിലുള്ള തർക്കമായിരുന്നു ദിവേഷ്. ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇവർ തമ്മിൽ രാവിലെ 11 മണിയോടുകൂടി തർക്കമുണ്ടായി. ഈ സമയത്ത് ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്, മറ്റാരും ഉണ്ടായിരുന്നില്ല. 45 വയസ്സുള്ള മകൻ മണികണ്ഠൻ അയാൾ ടേബിൾ ഫാനും അതോടൊപ്പം തന്നെ ഫ്ലാസ്കും ഉപയോഗിച്ച് ആണ്ടവരെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കാണ് അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത്. ആദ്യം തേനിയിലെ സ്വകാര്യ സർക്കാർ ആശുപത്രി, തമിഴ്നാട് സർക്കാർ ആശുപത്രിയിലാണ് ആദ്യം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. പക്ഷേ നില ഗുരുതരമായതുകൊണ്ട് തന്നെ മധുര മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. അവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സയിലാണ്. ദീർഘനാൾ CPMന്റെ സജീവ പ്രവർത്തകനായി പ്രാദേശിക നേതാവുമായും പ്രവർത്തിച്ച ആളാണ്. ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും ഒക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ശരി, ജെയിനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയ. 84 വയസ്സുള്ള അച്ഛനെയാണ് മകൻ മർദ്ദിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ അവസ്ഥ ഗുരുതരമാണ്. മധുര മെഡിക്കൽ കോളേജിലാണുള്ളത്. അദ്ദേഹം ദീർഘകാലം CPM നേതാവായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആൾ കൂടിയാണ്.